ഗൈസ് ഇന്നാണ് കുഴപ്പന്റെ ഫൈനൽ. കാണുന്ന ആൾക്കാരൊക്കെ തെരുക്കൂട്ടി പോയന അങ്ങട്ടാട്ടോ. പൊന്നിന്റെ മണ്ണില്, അതെ നമ്മുടെ കൊടുവള്ളിയുടെ മണ്ണില് 39ാമത് സെവൻസിന്റെ ഫൈനലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഒരു വലിയൊരുനാളിനുള്ള ആൾക്കാരുണ്ട് ഇവിടുന്ന് ഏറും പിടിയാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. റോയൽ ട്രാവൽസ് കാലിക്കറ്റും ജപ്പാൻ കോട്ടക്കലും തമ്മിലുള്ള ഫൈനലാണ്. എന്റെ ചെങ്ങായാണ് കൈയും കാലിട്ട് അടിക്കുന്നത്. നമ്മളെ റഹീം കഥാ പോണു. ഗൈസ് ഫുൾ ആൾക്കാർ കളി നിന്ന് കാണാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ ഈ ഓഡിയൻസ് ആണ് അതിന്റെ ഒരു ബ്യൂട്ടി. അങ്ങനെ നടുവിലൊരു സ്ഥലം കിട്ടി. പഞ്ചാരോളം ഫ്രിഡ്ജ് വെച്ച് കട്ടാക്കിട്ട് എവിടെ പാലീസാറുണ്ട് വിൽക്കുവാന്. അധ്വാനിക്കാനുള്ള മനസ്സ് അതാണ്. ഇതിന്റെ ചങ്ങായി ഫാരീസ് ഓന് സൂചിച്ചെക്കാനൊക്കെ പഠിച്ചിരിക്കണേ. നൈസ് കടല ഓണാക്കിയപ്പത്തിന് ഏതൊക്കെ ചെയ്താൽ വരും. എന്റെ കോമ്പറ്റേറ്ററാ തോന്നുന്നുണ്ട്. ഫുള്ള് വീഡിയോ എടുക്കണ്ടേ. കളി തുടങ്ങി പടക്കം പൊട്ടുന്നുണ്ട്. ഫുള്ള് കൺഫ്യൂഷന്. കളി കഴിഞ്ഞിട്ട് പൊട്ടിക്കാളെ പടക്കം എപ്പോഴാണ് പൊട്ടിക്കേണ്ട ഒരു സംശയം. പടച്ചറബേ അതിന്റെ അടുക്കതാ ഗാലറിന്റെ ഇടയിൽ എന്താ പൊട്ടി വീണിക്കണ. ആർക്കെന്തോ പറ്റിക്കണമെന്നും അറിയില്ല. ഫുള്ള് ക്രൗഡ്. അതുവരെയുള്ള വേറെ ഭാഷയ്ക്ക് മാറിയിട്ട് എല്ലാവരും ഒറ്റയടിക്ക് സൈലന്റ് ആവും. ആർക്കെന്തോ പറ്റിക്കണ അറിയില്ലല്ലോ. ആർക്കൊന്നും പറ്റില്ല റബ്ബേ. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആക്കിയതിനു ശേഷം കളി പിന്നെ 10 കഴിഞ്ഞിട്ട് തുടങ്ങി. തീപ്പൊരു മത്സരം കഴിഞ്ഞിട്ടോ കളി സമനിലയിൽ അവസാനിച്ച്. ടൈം എക്സ്പെക്ട് ചെയ്ത് നമുക്ക് പെനാൽറ്റി ആണ് കിട്ടി. ഇത്ര നേരം കുത്തനെ നിന്ന് ക്ഷമിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ പെനാൽറ്റി നേരിട്ട് കാണാം. ഒരു മിനിറ്റോ ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടൊന്ന് ഗാലറിയിലേക്ക് നോക്കിയാ ഏതാ മൂഡ്. അടിപൊളി പൊളി മൂഡ്. കുറെ ആൾക്കാർ സെൽഫി എടുക്കുന്നുണ്ട്. ലോകം മൊത്തം വന്ന് ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഓരെങ്ങനെ പെനാൽറ്റി അടിക്കുക. ഒരു പെനാൽറ്റി അടിക്കാനുള്ള പെടപാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഇവിടെ ഉണ്ട്. ഇന്ന നിങ്ങൾ നോക്കിച്ചോളൂ. ഈ ലോകം പഠിച്ചവനാണെങ്കിൽ ഗാലറി മൊത്തം ഓനാണ് താങ്ങുന്നത്. പക്ഷെ ഈ മാമന്മാര് താങ്ങണതിൽ ഒരു കാര്യമുണ്ട്. ഒരു കുറ്റം പറയാൻ പറ്റും. പെനാൽറ്റി അടിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഒരു ക്ഷമിച്ചു നോക്കി. അത് നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഒരു ലാത്തി വീശി. എല്ലാവർക്കും ഓരോ ഹീറോസ് ഉണ്ടാവും. പക്ഷെ എന്റെ ഹീറോ ഞാൻ തന്നെ. എല്ലാവരും ലാത്തി ഓടിച്ച് പാഞ്ഞപ്പോ ഞാൻ മാത്രം അവിടെ നിന്നു. ഉണ്ടായിട്ടില്ല പായം കയ്യായിട്ടാ പേടിച്ച പാടന്നെ നിന്നു. അവിടെ 1 ലക്ഷം ആൾക്കാർ വന്നാണെങ്കിലും ഈ കസാര എടുത്ത് വെച്ചിട്ട് ഞാൻ അവർക്കൊക്കെ ഒരു മാതൃകയായി. മാമന്മാർ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം അവർ നമ്മളെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണേ. മാമന്മാർ നമ്മളെ മുത്താണ്. പെനാൽറ്റി അടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഒരു ചെയ്ത് അങ്ങനെ റോയൽ ട്രാവൽസ് പെനാൽറ്റിക്ക് കപ്പടിച്ചു.